ഞാൻ Ennemcien. നമുക്ക് ഈ കാൽക്കുലസിൻ്റെ കുറച്ച് ബാലപാഠം റൂഡിമെൻസ് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഹയർ ലെവലിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഈ പോസ്റ്റിങ്ങുകൾ ഈ മോഷൻ പഠിക്കാൻ കാൽക്കുലസ് ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. വെക്ടർ പോലെ തന്നെ കാൽക്കുലസും ഇത് രണ്ടും കൂടെ പിന്നെ ചേരുന്നുണ്ട്, വെക്ടറും കാൽക്കുലസും. കാരണം മോഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൻ്റെ ചലനപാതയിലെ എല്ലാ പോയിൻറ്റ്സിലും കൂടി കടന്നു വേണം ഇത് പോകുവാൻ. അപ്പോൾ കണ്ടിന്യൂവസ് ആയിട്ട് പോയിൻറ്റ് ടു പോയിൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂവസ് ആയിട്ടുള്ള പോക്കാം. ഈ കണ്ടിന്യൂവസ് ആയിട്ടുള്ള ചേഞ്ചസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇത് ലിബിനിസും ന്യൂട്ടണും കൂടെ ഡെവലപ്പ് ചെയ്തത്. കണ്ടിന്യൂവസ് ചേഞ്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരാളെടുത്തൊരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ജമ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഡിസ്കണ്ടിന്യൂവസ് പ്രോസസ്സ് അല്ല, കണ്ടിന്യൂവസ് പ്രോസസ്സ് തന്നെയാണ്. കാരണം അയാൾ കടന്നു പോയ പാത്തിലെ എല്ലാ പോയിന്റിലും കൂടി അയാൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇലക്ട്രിസിറ്റിയൊക്കെ വരുമ്പോൾ, ഡിജിറ്റൽ സർക്യൂട്ട്സൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വിച്ച് തന്നെ ഓണും ഓഫും രണ്ട് പൊസിഷൻസാണ്. ഇത് ഓണിൽ നിന്ന് ഓഫിലോട്ട് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റേബിൾ പൊസിഷൻ രണ്ടെണ്ണേ ഉള്ളൂ, ഓൺ ആൻഡ് ഓഫ്. അതിനിടയ്ക്കൊന്നും സ്റ്റേബിൾ പൊസിഷൻ ഇല്ല. അതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂസ് ആണെന്നോ ക്വാണ്ടൈസ്ഡ് ആണെന്നൊക്കെ പറയാം. പക്ഷെ കറണ്ട് അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വിച്ച് ഓഫ് പൊസിഷനിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ പൊസിഷനിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ കറണ്ട് അങ്ങ് ഓഫാകും. അതിപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട്സിലൊക്കെ ഇത് വരും. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം കടക്കുന്നില്ല. കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പെബിൾസ് എന്ന അർത്ഥം, ലാറ്റിൻ വേണം. ഇപ്പോൾ അതിനു വേണ്ടി നമുക്കതിന് മുമ്പായിട്ട് ഈ ലിമിറ്റ് എന്ന് പറയുന്ന ഒരാശയമുണ്ട്. ലിമിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാനത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ്, ഒരു നിമിഷം, ഒരു സമയത്തിൻ്റെ ഒരു പോയിൻ്റ് വെച്ചോ ഒക്കെ ഒരു ഐഡൻറ്റിറ്റി മറ്റൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു പോലീസ് ഓഫീസർ വീട്ടിൽ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്നാൽ അദ്ദേഹം ഭർത്താവും അച്ഛനും ഒക്കെയാണ്. പക്ഷെ വീടിൻ്റെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷം അയാൾ പോലീസ് ഓഫീസറായിട്ട് മാറുക. അപ്പോൾ ആ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ലിമിറ്റാണ്. അവിടെ വെച്ച് അയാളുടെ ഐഡൻറ്റിറ്റി മാറുക. പോലീസ് അച്ഛൻ, ഭർത്താവ് എന്നൊക്കെയുള്ള ഐഡൻറ്റിറ്റി മാറിയിട്ട് പെട്ടെന്ന് പോലീസ് ഓഫീസറായിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ വെച്ച് മാറുകയാണ്. അപ്പോൾ അതിനെ സ്പേസ് ലിമിറ്റ് എന്ന് വിളിക്കാം. ഇപ്പം നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കി. ഇതൊരു സർക്കുലാർ പാത്ത. പിയിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ കടന്ന് ഇങ്ങനെ മൂവ് ചെയ്യുക. ഇതൊരു സമയത്ത് പിയിൽ കൂടി കടന്നു പോകുന്നു. പിന്നെ ഇത് Q3, Q2, Q1 ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ Q1-ലെത്തുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ PQ1 എന്ന് പറയുന്ന കോഡാണ്. ഈ സർക്കിളിൻ്റെ അതൊരു കോഡ്. അപ്പോൾ അതിനെടുത്ത സമയം ഡെൽറ്റ T1 എന്നിരിക്കട്ടെ. ഡെൽറ്റ T1. ഈ ഡെൽറ്റ സാധാരണ ഉപയോഗിക്കുന്നത് ഇൻക്രിമെൻറ്റ്സ് സൂചിപ്പിക്കാനാണ്. ഇൻക്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട്
എത്ര കണ്ടു മാറുന്നോ ആ മാറ്റത്തിന് ആ ക്വാണ്ടിറ്റിക്ക് ഇൻക്രിമെൻ്റ് എന്ന് പറയുക. ചെറുതാണ്, പക്ഷെ റെഗുലറായിട്ട് അത് മാറിക്കൊണ്ട് അത്രയും കണ്ടു മാറിക്കൊണ്ടിരിക്കുക, ദ ഇൻക്രിമെൻറ്റ്. എന്നാൽ ഇൻഫിനിറ്റസിമലി സ്മോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും ചെറുത്, പരച്ചെറുത്, ചെറുതാൽ ചെറുത്. അത് ഡി എക്സ് എന്ന അതിന് ഉപയോഗിക്കുന്ന സിമ്പൽ, സ്മോൾ ലെറ്റർ ഡി. അതിൻ്റെ കൂടെ എക്സ്, ഡി വൈ, ഡി ഇസഡ് അല്ല ഡി എഫ് എന്നൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ പിയിൽ നിന്നും Q1 എത്താൻ എടുത്ത സമയം ഡെൽറ്റ T1 എന്നിരിക്കട്ടെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ PQ1 എങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം PQ1 ബൈ ഡെൽറ്റ T1. ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഈ PQയിൽ കൂടി ഇങ്ങോട്ടാണ്, ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിൽ. നമ്മൾ ഈ Q2 എന്ന് പറയുന്നത് പിക്ക് കുറേ കൂടെ അടുത്ത പോയിൻ്റാണ് Q2. അവിടെ ചെല്ലുമ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് കോഡ് ഇപ്പോൾ കുറേ കൂടെ ചെറുതായി, PQ2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T2. ഡെൽറ്റ T1 ചെറുതാണ് ഡെൽറ്റ T2. ഈ ആവറേജ് വെലോസിറ്റി ഈ കോഡിൽ കൂടെ വെളിയിലോട്ടാണ് V2 ബാർ. ആവറേജിന് ബാർ ഇട്ട് കാണിക്കാറുണ്ട്, വെക്ടർ ആർ വി എന്നല്ല പറഞ്ഞത്, ആവറേജ്. ഈ Q3 ആവറേജ് വെലോസിറ്റി കോഡ് PQ3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T3. ഇപ്പോൾ ഈ Q1 നിന്ന് ഇങ്ങോട്ട് അടുത്തടുത്ത പോയിൻറ്റ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ ഈ കോഡിൻ്റെ സ്വഭാവം കോഡല്ലാതായിക്കൊണ്ടിരിക്കുക. കോഡിൻ ചെറുതായി വരിക, കോഡിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പിയിൽ വെച്ച്, പി എന്ന് പറഞ്ഞ കൃത്യ പോയിന്റിൽ വെച്ച് ഉള്ള ആവറേജ് വെലോസിറ്റി എത്ര ആണെന്ന് ചോദിക്കുമ്പോൾ ആണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മൾ എഴുതും ഈ പിയിലെത്തുമ്പോൾ ഉള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആയിക്കോട്ടെ, ഡെൽറ്റ എസ് എന്നിരിക്കട്ടെ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 0 ആക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ആവറേജ് വെലോസിറ്റിയാണ്. അത് പിയിൽ വെച്ച് വരും, പിയിലായിരിക്കുമ്പോൾ ഉള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നങ്ങ് എടുക്കും. അത് 0യോട് അടുത്ത് എത്തുന്നു, അടുത്തെത്തി. പോലീസ് ഓഫീസർ ആ ഗേറ്റിൻ്റെ അവിടെ എത്തി, പെട്ടെന്ന് നിറം മാറുക, അയാളുടെ സ്വഭാവം മാറുക, അയാളുടെ ഒരു പദവി മാറുക എന്ന് പറയുന്ന പോലെ ഇവിടെ എത്തുമ്പോൾ ഈ കോഡ് എന്തായിട്ട് മാറുക, ഇവിടുത്തെ ടാൻജൻ്റായിട്ട് മാറുക. ഇങ്ങോട്ട് വരുംതോറും PQ1 ഇങ്ങോട്ട് വരുംതോറും കോഡല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. പിയിലെത്തുന്ന നിമിഷം അത് ഈ കോഡെന്നുള്ള ആശയം മാറിയിട്ട് ടാൻജൻ്റ് എന്നുള്ള ആശയത്തിലേക്ക് പോവുകയാണ്, ആശയമായിട്ട് മാറുക. ആ വെലോസിറ്റി, ആ സമയത്തെ ആവറേജ് വെലോസിറ്റി, അതിനെ നമ്മൾ വെലോസിറ്റി അറ്റ് പി അല്ലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് മാത്തമാറ്റിക്കൽ പ്രോസസ്സിൽ കൂടെ ഒക്കെ കണ്ടുപിടിക്കണം. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ പ്യുവർ മാത്തമാറ്റിക്സിലത് നിങ്ങൾ കവർ ചെയ്യും. എനിക്കിപ്പോൾ ഫിസിക്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഐഡിയാസ് ഒന്ന് ഉള്ള സമയം കൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്നത്, അപ്പോൾ വെലോസിറ്റി അറ്റ് പി VP ഈക്വൽസ് ലിമിറ്റ് അല്ലെ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ആസ് വിതിൻ ആസ് ഡെൽറ്റ
ടി ടെൻസ് ടു 0, ഇത് നമ്മൾ ds/dt എന്നാണ് അതിൻ്റെ സിമ്പൽ. ഇതിപ്പോൾ പുതിയൊരു ക്വാണ്ടിറ്റിയാണ്. ആ പിയിലെത്തുന്ന സമയം ആവറേജ് വെലോസിറ്റി എന്നുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറുക. ആ സമയത്തെ വെലോസിറ്റി നമ്മുടെ സ്പീഡോമീറ്ററിൽ, ബൈക്കിൻ്റെയും കാറിൻ്റെ ഒക്കെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. അത് ആ സമയത്തെ സ്പീഡാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ സൂചി പെട്ടെന്ന് മാറും. ഇവിടെ ഡയറക്ഷൻ കൂടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പോലീസ് ഓഫീസറുടെ കാര്യം പറഞ്ഞാൽ വീട്ടിനകത്ത്, ഗേറ്റിനകത്ത് അച്ഛനോ ഭർത്താവോ ഒക്കെ. പക്ഷേ ഗേറ്റ് എത്തിക്കഴിയുമ്പോൾ അപ്പോൾ Δt ടെൻസ് ടു 0 എന്നുള്ള അപ്പോൾ അയാൾ മരിച്ചൊന്നും പോകുന്നില്ല, അയാൾ ഇല്ലാതാവുന്നില്ല. അയാൾ ഒരു രൂപം, അയാളെ ഒരു പദവി മറ്റൊരു പദവിയായിട്ട് മാറുകയാണ്. ഭർത്താവ് എന്നുള്ളത് പോലീസ് ഓഫീസറായിട്ട് മാറുക. അതാ ഒരു ചേഞ്ച് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ആ പി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിൻ്റ് എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പിയിൽ നിന്ന് ആ സമയം അളക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിയിലാകുമ്പോൾ സമയത്തിൻ്റെ അളവ് 0. അപ്പോൾ ടി ടെൻസ് ടു 0, Δt ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ പിയിലാണ്. ആ സമയത്തെ ആവറേജ് വെലോസിറ്റി അത് കോഡിൽ ആ പിയിലെ ടാൻജൻറ്റിൽ കൂടെ. കാരണം കോഡ് അവിടെ വെച്ച് ടാൻജൻ്റായിട്ട് മാറുക, ആവറേജ് വെലോസിറ്റി അവിടെ വെച്ച് ഒരു പ്രത്യേക പദവി സ്വീകരിക്കുക. ആ പദവിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് പി എന്ന് പറയുക. ഇതിന് ds/dt, ഇത് നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ അത് ആവറേജ് വെലോസിറ്റി. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആകും. ഈ പ്രക്രിയയ്ക്ക് അപ്പോൾ d/dt എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ നല്ല അർത്ഥം. ഇത് ഒരു പ്രക്രിയയെ സൂചിപ്പിക്കുക. ഒരു പദവി ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നതാണ് ഈ d/dt, അല്ലെ d/dx. ഇങ്ങനെയൊക്കെ സിമ്പൽസ് കൊടുക്കും. സിമ്പൽ കാര്യമില്ല, അത് സന്ദർഭം അനുസരിച്ച് സിമ്പൽ മാറും. അപ്പോൾ ഈ ds/dtക്ക് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ നിന്നും മറ്റൊന്ന് രൂപപ്പെടുക എന്ന അർത്ഥം. രൂപപ്പെട്ടത്. ഡിറൈവ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അല്ലെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ സ്മോൾ ചേഞ്ചസ് വരുന്ന സാഹചര്യം, വലിയ റേഷ്യോ അല്ല. അതായത് s/t എന്നൊക്കെ പറയുന്ന പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നെടുക്കുന്ന അതിലെ എസും ടിയും അങ്ങ് ചെറുതാകുമ്പോൾ ഉള്ള ആ വാല്യൂ, അതിനെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് പറയുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാ കാണുന്ന ഒരു പ്രക്രിയയാണ് ഈ കാൽക്കുലസിലെ ഒരു ഭാഗം. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നാണ് പറയുക. ഈ d/dt അതിനെ ഡെറിവേറ്റീവ് എന്ന് പറയും, അല്ലെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഇതിൽ ഓരോ സന്ദർഭത്തിലുള്ള ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് പല രീതിയിൽ വരാം. ഫങ്ഷൻ ഇപ്പോൾ y = x⁻n എന്ന് പറഞ്ഞ നമ്പർ, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, അപ്പോൾ d/dx d/dt എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ലെമൺ സ്ക്വീസർ ഒരു ഓപ്പറേറ്ററാണ്. നാരങ്ങയായ പിഴിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നിരിക്കുന്ന ഒരു ഫങ്ഷനെ പിഴിഞ്ഞ് മറ്റൊരു രൂപത്തിലാക്കുന്ന
ഒരു ഓപ്പറേറ്ററാണ് ഡി ബൈ ഡി എക്സ്, ഡി ബൈ ഡി ടി. അതിനെ ടൈം ഓപ്പറേറ്റർ എന്ന് പറയും. ഇത് പൊസിഷൻ ഓപ്പറേറ്റർ ഡി ബൈ ഡി എക്സ് ആൻഡ് സോ ഓൺ. ഇപ്പോൾ അത് ഡീപ്പായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ ഈ പോസ്റ്റിങ് സമയമില്ല. അതിന് വേറെ ക്ലാസ് എൻ്റെ ഉണ്ടാവും ഹയർ ഫിസിക്സിന് വേണ്ടി. അപ്പോൾ ഈ എക്സ് റൈസ് ടു എൻ എന്നുള്ള ഒരു ഫോമിൽ ഒരു ഫങ്ഷൻ വന്നു എന്നിരിക്കും. ഇപ്പോൾ y ഈക്വൽസ് എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു 3. അങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ കോയഫിഷ്യൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എത്ര? 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1 അല്ലെ 3x സ്ക്വയർ എന്ന് വരും. അടുത്തത് എ എക്സ് റൈസ് ടു എന്നിൻ്റെ ഡിഫറൻഷ്യൽ. എ ഒരു കോൺസ്റ്റൻ്റാണ്. കോൺസ്റ്റൻ്റ് വേരിയബിളിൻ്റെ കൂടെ വന്നാൽ കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ടിട്ട് അതിൻ്റെ കൂടെ മറ്റേതിൻ്റെ വേരിയബിളിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെറുതെ അവിടുന്ന് എടുത്ത് മാറ്റി ഇങ്ങോട്ട് ഇടുക. അതിൻ്റെ വലത് വശത്തോട്ട് വേരിയബിളിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആൻസർ എഴുതുക. അപ്പോൾ ഇവിടെ എ തൊടാതെ ഇടുക ഇൻറ്റു എക്സ് റൈസ് ടു എന്നിൻ്റെ എൻ എക്സ് റൈസ് ടു n മൈനസ് 1. സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ് കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ് മൈനസ് സൈൻ എക്സ്. റേറ്റ് ഓഫ് ചേഞ്ച് എവിടെ കണ്ടാലും ഡി ബൈ ഡി സംതിങ്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സാധാരണ റേറ്റ് ഓഫ് ചേഞ്ച് പറയുമ്പോൾ ടൈം ഉദ്ദേശിച്ചു. അപ്പോൾ ഡി ബൈ ഡി ടി. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി വി ഈക്വൽസ് ഡി എസ് ബൈ ഡി ടി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. അപ്പോൾ ഡി വി ബൈ ഡി ടി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ്. അപ്പോൾ ഡി എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി. ഈ ഡെറിവേറ്റീവ് കാണാൻ ഉള്ള ചില ഫോർമുലകൾ സാധാരണ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫോർമുലകളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു കോൺസ്റ്റൻറ്റ് മാത്രം ഒറ്റയ്ക്ക് വന്നാൽ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എത്രയാണ് കിട്ടേണ്ടത്? 0. കാരണം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മാറുന്നില്ലല്ലോ. മാറാത്തതിനെ അല്ലേ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അതപ്പോൾ അതിന് ലിമിറ്റ് ഒന്നുമില്ല. അത് എവിടെ അങ്ങോട്ട് പോയാലും അത് കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് അല്ലെ ഡെറിവേറ്റീവ് 0 എന്ന് എടുക്കും. മറ്റൊരു ഫോർമുല രണ്ട് ഫംഗ്ഷൻ്റെ സമ്മോ ഡിഫറൻസ് ഇവിടെ പ്ലസോ മൈനസോ ഉണ്ട്. രണ്ടിനെയും വെവ്വേറെ ഡിഫറൻഷ്യേറ്റ് ആൻസർ ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് സൈൻ എക്സിൻ്റെ കോസ് എക്സ്. സോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നാണ് പറയുക. അടുത്തതിന് ഇൻറ്റഗ്രേഷനാണ്. താങ്ക് യു.